അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ നാട്ടിലെന്തെങ്കിലും ചെറുകിട കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ നേരിടുന്ന, പരാതി പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉസ്താദേ, എല്ലാ ദിവസവും പണിയുണ്ട്, നല്ല കച്ചവടമുണ്ട്, പക്ഷേ ഒന്നിനും ബറക്കത്ത് ലഭിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ നോക്കുന്ന സമയത്ത് കയ്യിൽ 5 പൈസ എടുക്കാനില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ല. എന്താണ് ഇതിനൊരു പരിഹാരമെന്നുള്ളത്? അപ്പോൾ ഒന്നും ചെല്ലാനില്ലാതെ തന്നെ അവർ ജോലിയിൽ ചെയ്യുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരായ ആളുകൾ അവർ ജോലി സ്ഥലത്തേക്ക് എത്തുന്ന സമയം തന്നെ 9 മണി 10 മണിക്ക് ഇടയിലാണ്. അതിൻ്റെ മുമ്പും ജോലി സ്ഥലത്ത് എത്തുന്നവരുണ്ടായിരിക്കാം. ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത്, പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് 9 മണി 10 മണിക്ക് ഇടയിലാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസത്തിലെ ഏറ്റവും ബറക്കത്ത് ലഭിക്കുന്ന സമയമെന്ന് പറയുന്നത് ആ ദിവസത്തിലെ പ്രഭാത സമയമാണ്. അഥവാ സുബഹി നിസ്കാരം കഴിഞ്ഞ് ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നത് വരെ, അഥവാ സുബഹി ബാങ്ക് കൊടുക്കുന്നത് 5 മണിക്കാണ് എന്നുണ്ടെങ്കിൽ 5 മണി മുതൽ 11 മണി 11:30 വരെ നീണ്ടു നിൽക്കുന്ന ആ സമയം, നിങ്ങൾ എന്ത് ജോലിയാണോ, നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ കടക്കുക. ആ സമയത്ത് നിങ്ങൾ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ നമ്മൾ 9:30-ക്ക് നമ്മുടെ ജോലിയിലേക്ക് നമ്മൾ കടന്നാൽ 10 മണിക്ക് നമ്മൾ കട ഓപ്പൺ ചെയ്താൽ നമുക്ക് എങ്ങനെ ഈ ബറക്കത്തുള്ള സമയം നമുക്ക് ലഭിക്കുന്നത്? ആ സമയത്ത് നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കുന്നതാണ്. പല മഹാന്മാരായ പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ ഈ സമയത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ ബറക്കത്തുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഞാൻ എൻ്റെ കട തുറന്നിരുന്നിട്ട് ഉസ്താദെ ആര് വരാനാണ്, കസ്റ്റമറൊന്നും വരില്ലല്ലോ എന്നുള്ളത്, അത് നോക്കേണ്ട കാര്യമില്ല. കട ഓപ്പൺ ചെയ്യുക, നമ്മുടെ ജോലിയിലേക്ക് നമ്മൾ ആ സമയത്ത് പ്രവേശിക്കുക എന്നുള്ളതാണ്. സുബഹി നിസ്കാരം കഴിയുന്നു, ഉടനെ നമ്മൾ കട ഓപ്പൺ ആക്കുന്നു. ഇനി പ്രത്യേകിച്ച് ജോലിയുമില്ല എങ്കിൽ ആ സമയത്ത് ചെല്ലാനുള്ള അദ്കാറുകളും ഔറാദുകളും ചെല്ലാം. ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം ഖുർആൻ ഓതാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കടയിലും നിങ്ങളുടെ ലാഭത്തിലും നിങ്ങളുടെ കച്ചവടത്തിലും ഒക്കെ നല്ല ബറക്കത്ത് ലഭിക്കുന്നതാണ്. ഇനി ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം വെക്കുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ സൈറ്റിലെത്തുന്നു, അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങുന്നു. നേരത്തെ തന്നെ ഒരു സൈറ്റിലേക്ക് ഒരു കൂലിപ്പണിക്കാരൻ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിക്ക് എന്തൊരു സന്തോഷമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല സന്തോഷമായിരിക്കും നേരത്തെ തന്നെ ഒരു കൂലിപ്പണിക്കാരന് അദ്ദേഹത്തിൻ്റെ സൈറ്റിലേക്ക് എത്തി പണി തുടങ്ങുക. കാരണം ബറക്കത്തിൻ്റെ സമയം എന്നുള്ളത് ആ പ്രഭാത സമയത്തിൻ്റെ ആദ്യ സമയങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം നമ്മൾ ഗൗനിക്കുക. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന കൂലിയിലും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലുമൊക്കെ നല്ല ബറക്കത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.